ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 11/2025 ചോദിച്ച ഒരു PYQ ആണ് നോക്കുന്നത്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവനയുടെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൻസർ ഡോക്ടർ DS കോത്താരി. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന് December 10. ഫ്രാൻസ് തുമ്മിയ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുക ആരുടെ അഭിപ്രായമാണ്? മെറ്റോണിക്ക്. കടത്തനാട് സിംഹ എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് കുരുളി ചേകോൻ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏതു ജില്ലയിലാണ്? കൊല്ലം. ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? 7:30 PM. താഴെ പറയുന്ന ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇവയെല്ലാമാണ്. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? 61-ാം ഭരണഘടനാ ഭേദഗതി. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്? നെയ്യാറ്റിൻകര താലൂക്ക്. മൺസൂൺ മഴയും ഇടവിട്ട വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത്? ദേശീയ ജലപാത 3. ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. ഭൂപ്രതലത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ചിത്രങ്ങൾ ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള സ്ഥലമാണ് ഇന്ദിര പോയിന്റ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം ഏത് എന്ന് വെച്ചാൽ പശ്ചിമ അസ്വസ്ഥത. അപ്പോൾ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ 1, 3 ശരിയാണ്. താരതമ്യേന വീതി കുറവ്. റാണോ കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ചുവടെ പറയുന്ന സാമൂപരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് 2 മാത്രം. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്നത് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടവയാണ്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. തിരുകൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1-ന്. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലമാണ് ചമ്പാരൻ. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകനാണ് ജനാർദൻ ഡങ്കൻ. താഴെ പറയുന്ന ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് 2 മാത്രമാണ്. അപ്പോൾ 1, 3 ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടവയാണ്. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് മാർത്താണ്ഡവർമ്മ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്ക്? ഹാൻകാങ്. താഴെ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടിക ഉൾപ്പെടാത്തതേത്? സ്വകാര്യ സ്വത്തിനുള്ള അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ്? സോവിയറ്റ് യൂണിയനാണ്. താഴെ പറയുന്ന ഇന്ത്യൻ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഇവയെല്ലാം തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. താഴെ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1ഉം 3ഉമാണ്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ ചില വകുപ്പുകളും അവയുടെ വിവരങ്ങളും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചത്. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ എന്ന് പറയുന്ന വകുപ്പ് 17 ജീവന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന് പറയുന്നത് വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് വകുപ്പ് 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയ ആത്മാവ് എന്ന് പറയുന്ന വകുപ്പ് 32. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17. ജീവന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്ന വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A. ഇന്ത്യയുടെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് 32. ഇന്ത്യൻ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി.
പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡാമസ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകൾ 22. കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കേരളത്തിലെ ആകെ രാജ്യസഭാ സീറ്റുകൾ 9. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28. ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കമാണ്. താഴെ പറയുന്നവരെ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് മഹാദേവ ഗോവിന്ദ റാനഡെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്ന മലയാളിയാണ് കെ എം പണിക്കർ. തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയാനാണ് ആൻസർ. എ കെ ഗോപാലൻ. 1904 ഒക്ടോബർ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഗാന്ധിജി അരാജകത്വം എന്ന ഗ്രന്ഥം എഴുതിയത് ചേറ്റൂർ ശങ്കരൻ നായർ. ഫതഹ് മുബീൻ എന്ന അറബി കാവ്യത്തെപ്പറ്റി താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായവ 1-2 കവി കാസിം മുഹമ്മദ് എഴുതി. സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം വടകര. ദർസാ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യത്താൻ ഗോപാലൻ. ബാരിസ്റ്റർ GP പിള്ളി താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് മലയാളി മെമ്മോറിയൽ? കൊച്ചിൻ രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ഷൺമുഖം ചെട്ടിയാണ്. അപ്പോൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡല നേതാക്കളിൽ പെടുന്നത് പനമ്പള്ളി ഗോവിന്ദ മേനോൻ, ഇക്കണ്ട വാര്യർ, S നീലകണ്ഠ അയ്യർ. കേരള സംസ്ഥാന രൂപീകരണത്തിന് തിരുവിതാംകൂറിൽ 4 താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിലൊരെണ്ണം താഴെ പറയുന്ന ഏതാണ്? അഗസ്തീശ്വരമാണ്. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്തത. താഴെ പറയുന്ന ജീവിതശൈലി രോഗം അല്ലാത്തത് ഹീമോഫീലിയാണ്. അപ്പോൾ ജീവിതശൈലി രോഗമാണ് പ്രമേഹം, ഫാറ്റി ലിവർ ആൻഡ് പക്ഷാഘാതം. നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റേച്ചൽ കഴ്സൺ. താഴെ പറയുന്ന വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം പെരിയാർ. മനുഷ്യരിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമൽ.